Good morning. Okay. ഇത്ര പേരായി 25 പേരായി അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചു നോക്കുന്നില്ലേ നിങ്ങള്? കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ഓപ്പറേഷൻ തീറ്റന്റെ സോണുകൾ വരെയല്ലേ പറഞ്ഞത്? ആ ടേബിൾ അല്ലേ ഫിനിഷ് ചെയ്തത്? പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ, sterile aseptic zone, then disposal zone. അല്ലെ? അത് ടേബിൾ ആണ് നമ്മൾ പറഞ്ഞത്. അതിൽ 4 സോണുകൾ ഏതൊക്കെയാണ്, അതിൽ ഓരോ സോണിലും വരുന്ന ഏരിയകൾ ഏതൊക്കെയാണെന്നും ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം. ഓക്കെ, ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തതല്ലേ? അല്ലേ? ടേബിൾ ഫിനിഷ് ചെയ്തതല്ലേ? യെസ്, അതെ. ഇനി നെക്സ്റ്റ് സെക്ഷൻ നമ്മൾ നോക്കുന്നത്, ഓക്കെ, യൂഷ്വൽ ഏരിയ ഓഫ് ഡെഫിഷ്യൻസി ഇൻ ഓപ്പറേഷൻ തിയേറ്റേഴ്സ്. ഓപ്പറേഷൻ തിയേറ്ററിൽ സാധാരണയായി ഡെഫിഷ്യൻസി കാണുന്ന ഏരിയകൾ എന്ന് വെച്ചാൽ എന്താ അർത്ഥമാക്കുന്നത്? അതായത് സാധാരണ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ, ഇപ്പൊ എല്ലാ ഓപ്പറേഷൻ തിയേറ്ററിലും എല്ലാ ഫെസിലിറ്റികളും ഉണ്ടാവണമെന്നില്ല അല്ലെ? അപ്പൊ അങ്ങനെ ഫെസിലിറ്റി ഉണ്ടാവാത്ത ഏരിയകൾ, ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാവാത്ത ഏരിയകൾ അല്ലെങ്കിൽ ഡെഫിഷ്യൻസി കാണിക്കുന്ന ഏരിയകൾ ഏതൊക്കെയാണ്? സാധാരണയായിട്ട് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാവാത്ത ഏരിയകൾ ഏതൊക്കെയാണ്? അതാണ് കേട്ടോ ഹെഡിങ്. യൂഷ്വൽ ഏരിയാസ് ഓഫ് ഡെഫിഷ്യൻസി ഇൻ ഓപ്പറേഷൻ തിയേറ്റേഴ്സ്. ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ സാധാരണയായിട്ട് കുറവുള്ള ഏരിയകള് അല്ലെങ്കിൽ ഉണ്ടാവാത്ത ഏരിയകള്. ഓക്കെ, ഏതൊക്കെയാണെന്ന് നോക്കിയേ. നോ റിസപ്ഷൻ ഏരിയ. ഇപ്പോ എല്ലാ ഓപ്പറേഷൻ തിയേറ്ററിലും റിസപ്ഷൻ ഏരിയ ഉണ്ടാവണമെന്നില്ല. സാധാരണയായിട്ട് എന്താ പറയാ, ഒരു റിസപ്ഷൻ ഏരിയ വേണമെന്നുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു റിസപ്ഷൻ ഏരിയ വേണമെന്നുണ്ട്. എന്നാൽ എല്ലാ ഓപ്പറേഷൻ തിയേറ്ററിലും ഇന്നലെ മിസ്സിന്റെ ക്ലാസ് ആണോ ചോദിച്ചത്? നമുക്ക് ട്യൂസ്ഡേ ഉണ്ട്, വെനസ്ഡേ ഉണ്ട്, ഫ്രൈഡേ ഉണ്ട്. ഈ 3 ദിവസം നമുക്ക് ക്ലാസ് ഉണ്ട് കേട്ടോ. അല്ല, ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നല്ലോ. ഇന്നലെ ആരായിരുന്നു നിങ്ങക്ക്? മെയ് 1 ആയിരുന്നില്ല. അതുകൊണ്ട് ഞാനോർത്ത് പെട്ടെന്ന് എന്താ ചോദിച്ചാൽ ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ വർക്കിംഗ് ആയിരുന്നു നമുക്ക്. ഓക്കെ, കേറിയില്ല. സാരില്ല, നിങ്ങൾ റെക്കോർഡ് ക്ലാസ് ഒക്കെ കണ്ടാൽ മതി കേട്ടോ. ഇതിൽ ഏതൊക്കെ ടീച്ചേഴ്സ് ആയിരുന്നു ക്ലാസ്സിൽ ടൈം ടേബിൾ അറിയാലോ നിങ്ങൾക്ക്. അത് നോക്കിയിട്ട് സമയം പോലെ, ഇനിയിപ്പോ സാറ്റർഡേ സൺഡേ 2 ദിവസം അവധി കിട്ടില്ലേ, അപ്പോ അതൊന്ന് റെക്കോർഡ് കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ നോക്കിയേ നമുക്ക്. അപ്പൊ എന്താ നമ്മൾ ഹെഡിങ് എന്താ പറഞ്ഞത്? ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ സാധാരണയായി ഡെഫിഷ്യൻസി കാണിക്കുന്ന ഏരിയകള് അല്ലെങ്കിൽ ഉണ്ടാകാത്ത ഏരിയകൾ ഏതാണ്? അപ്പൊ അതിനകത്ത് ഫസ്റ്റത്തെയാണ്, ഒന്നാമത്തെ പോയിന്റ് എന്താ? നോ റിസപ്ഷൻ ഏരിയ. അതായത് ശരിക്കും എന്താ, ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു റിസപ്ഷൻ ഏരിയ വേണമെന്നുണ്ട്. എന്നാൽ എല്ലാ ഹോസ്പിറ്റലുകളിലും അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിലെ ഓപ്പറേഷൻ തിയേറ്ററിലും ചിലപ്പോൾ റിസപ്ഷൻ ഏരിയ ഉണ്ടാവണമെന്നില്ല. ഓക്കെ, നോ റിസപ്ഷൻ ഏരിയ. അപ്പൊ അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഡെഫിഷ്യൻസി കാണിക്കുന്ന ഏരിയ അല്ലെങ്കിൽ ഉണ്ടാക്കാത്ത ഒരു ഏരിയ ആണ് റിസപ്ഷൻ ഏരിയ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കിയേ, നോ സെപ്പറേറ്റ് റൂം ഫോർ. ഇനി ശരിക്കും ഇതുപോലെ പറയുകയാണെങ്കിൽ എല്ലാവർക്കും എന്താ സെപ്പറേറ്റ് റൂം കൊടുക്കണമെന്നുണ്ട്. ഓരോരുത്തർക്കും കൃത്യമായിട്ട് സെപ്പറേറ്റ് ചെയ്ത, സ്റ്റാഫിന് ഒരെണ്ണം, സർജന് വേറെണ്ണം, പിന്നെ അറ്റൻഡന്റ്, പിന്നെ ആൻസ്റ്റിയോളജിസ്റ്റിന്, ഇങ്ങനെയൊക്കെ നമുക്ക് സെപ്പറേറ്റ് ഏരിയ ശരിക്കും വേണമെന്നുണ്ട്. എന്നാൽ ചില ഓപ്പറേഷൻ തിയേറ്ററിൽ അങ്ങനെ സെപ്പറേറ്റ് റൂം ഇല്ല. ചിലപ്പോ ഒരു റൂം ആയിരിക്കും, അവിടെ വെച്ചിട്ടായിരിക്കും അവരെല്ലാവരും ഓരോ ഇതും ചെയ്യുന്നത്. രണ്ടാമത്തെ, സാധാരണയായിട്ട് ഒരു സെപ്പറേറ്റ് റൂം വേണമെന്നുണ്ട്. എന്നാൽ ചില ഓപ്പറേഷൻ തിയേറ്ററിൽ ഇങ്ങനെ സെപ്പറേറ്റ് റൂം ഇല്ല. ഡെഫിഷ്യൻസി കാണിക്കുന്ന ഏരിയ കേട്ടോ, സർജൻ. അത് ഏതൊക്കെയാ സെപ്പറേറ്റ് റൂം? നോ സെപ്പറേറ്റ് റൂം ഫോർ. ആർക്കൊക്കെയാണ് സെപ്പറേറ്റ് റൂം ഇല്ലാത്തത്? സർജന്, അനസ്തേഷ്യോളജിസ്റ്റിന്,
ദെൻ ജൂനിയർ ഡോക്ടറിന് OT അറ്റൻഡൻസ്. ഇവർക്ക് എല്ലാവർക്കും സെപ്പറേറ്റ് റൂം വേണമെന്നുണ്ട്. പക്ഷെ ചില ഓപ്പറേഷൻ തിയേറ്ററിൽ ഈ ചിലപ്പോൾ ഒരു റൂമൊക്കെ ആയിരിക്കും ഉണ്ടാവുന്നത്. എന്തെങ്കിലും സ്ഥലപരിമിതി മൂലമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളൊക്കെ മൂലമോ നമുക്ക് ഒരു റൂം ആയിരിക്കും ഇവർക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നത്. ശരിക്കും എങ്ങനെയാ, ഇവർക്ക് എല്ലാവർക്കും സെപ്പറേറ്റ് റൂം വേണമെന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ പോയിന്റ്സ്? സർജന് ഒരു റൂം വേണമെന്നുണ്ട്. അനസ്തേഷ്യോളജിസ്റ്റ് അവരാരാ? അനസ്തേഷ്യോളജിസ്റ്റ് എന്ന് പറഞ്ഞാരാ? മെഡിക്കൽ സ്പെഷ്യൽ ഡോക്ടർ ആണല്ലേ. ഇതിന് അനസ്തേഷ്യ കെയർ, പെയിൻ മാനേജ്മെന്റ് ഇതൊക്കെ ഡീൽ ചെയ്യുന്ന, അനസ്തേഷ്യ ഒക്കെ കൊടുക്കുന്ന, അനസ്തേഷ്യ കെയർ കൊടുക്കുന്ന സ്പെഷ്യൽ ഡോക്ടറാണ്. സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടറാണ് അനസ്തേഷ്യോളജിസ്റ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഒരു സെപ്പറേറ്റ് റൂം, ജൂനിയർ ഡോക്ടറിന് വേറെ റൂം, OT അറ്റൻഡൻസിന് വേറെ റൂം, അങ്ങനെ വേണമെന്നുണ്ട്. എന്നാൽ ചില ഓപ്പറേഷൻ തിയേറ്ററിൽ ഇങ്ങനെ സെപ്പറേറ്റ് റൂം ഇല്ല. അല്ലെങ്കിൽ സ്ഥലപരിമിതി കൊണ്ടൊക്കെ ഒരു റൂമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ അവിടെ ഡെഫിഷ്യൻസി കാണിക്കുന്ന ഏരിയ കേട്ടോ, ഇവർക്കൊക്കെ സെപ്പറേറ്റ് റൂം ഇല്ല എന്നുള്ളത്. ഇനി അടുത്ത് നോക്കിയേ, മൂന്നാമത്തെ പോയിന്റ്, നോ enough number of change room for different classes of people. കണ്ടോ, ഓരോ പല തട്ടിൽപ്പെടുന്ന ആളുകൾക്ക് പല ചേഞ്ച് റൂം വേണം. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് ഇപ്പൊ ഡോക്ടേഴ്സിന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ, സർജറി ചെയ്യുന്നതിന് മുന്നേ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണല്ലോ, അവർക്കൊരു റൂം സെപ്പറേറ്റ് കൊടുക്കേണ്ടതുണ്ടാവും. സ്റ്റാഫുകൾക്ക്, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ചേഞ്ചിങ് റൂം വേറെ വേണമെന്നുണ്ടാവും. പിന്നെ അതുപോലെ പേഷ്യന്റിന്, അങ്ങനെ സെപ്പറേറ്റ് ചേഞ്ച് റൂം വേണമെന്നുണ്ട് ശരിക്കും. പക്ഷെ ഇവിടെ എന്താ, നോ ഇനഫ് നമ്പർ ഓഫ് ചേഞ്ച് റൂംസ്, ആവശ്യത്തിന് ചേഞ്ച് റൂംസ് ഇല്ലാത്തത് ഒരവസ്ഥ. ഓക്കെ, സാധാരണ രീതിയിൽ സെപ്പറേറ്റ് ചേഞ്ച് റൂം വേണമെന്നുണ്ട്. പക്ഷെ ഇതുപോലെ തന്നെ എന്തെങ്കിലും സ്ഥലപരിമിതി കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ഇങ്ങനെ ഓരോരുത്തർക്കും സെപ്പറേറ്റ് ചേഞ്ച് റൂം ഇല്ലാത്ത ഒരവസ്ഥ, അവിടെ ഡെഫിഷ്യൻസി കാണാം. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ, ഇൻ അപ്രോപ്രിയേറ്റ് സൈസ് ആൻഡ് ടൈപ്പ് ഓഫ് ഡോസ്. കണ്ടോ, ഇനി ഇതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഡോറുകള് അനുയോജ്യമായ വലിപ്പ സൈസിലുള്ളതും ടൈപ്പിലുള്ള ഡോറുകളായിരിക്കണം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇൻഅപ്രോപ്രിയേറ്റ് അനുയോജ്യമല്ലാത്ത സൈസിലും ടൈപ്പിലുമുള്ള ഡോറുകള് ഉണ്ടോ. അപ്രോപ്രിയേറ്റ് അല്ലാത്ത, ഇൻഅപ്രോപ്രിയേറ്റ് സൈസ് ആൻഡ് ടൈപ്പ് ഓഫ് ഡോസ്, ശരിക്കും അങ്ങനെ വേണം. ഓരോ ഇതനുസരിച്ച്. എന്തിനാ, ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് സ്ട്രക്ചർ, വീൽ ചെയർ ഇതൊക്കെ കൊണ്ടുവരാനായിട്ട് സാധാരണ ഡോറുകളുടെ പറ്റുമോ? അപ്പൊ അത് കുറച്ചും കൂടി വൈഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഡോറുകളൊക്കെ വേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ സിംഗിങ് ഡോർ കേട്ടിട്ടുണ്ട് നിങ്ങൾ, തന്നെ ഇങ്ങനെ മുറിക്കുള്ളിലേക്ക് ചാടുന്ന രീതിയിലുള്ള വാതിലുകൾ, അല്ലെങ്കിൽ തന്നെ തുറക്കുന്ന ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഡോറുകൾ, ഇതൊക്കെ വേണമെന്നുണ്ട്. അത് ആ പ്രത്യേക സൈസിനും ടൈപ്പിനുമുള്ള, അങ്ങനെയുള്ള ആ ഡോറുകളുടെ ഒരു അനുയോജ്യമല്ലാത്ത ഡോറുകള്, അവിടെ നമുക്ക് ഡെഫിഷ്യൻസി കാണാം. ഓക്കെ, സ്ട്രക്ചർ, വീൽ ചെയർ ഇതൊക്കെ കൊണ്ടുപോകാനായിട്ട് അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഡോറുകള്, പ്രത്യേക വലുപ്പത്തിലും ടൈപ്പിലുള്ളത്, അതാ ഞാൻ പറഞ്ഞ സിംഗിങ് ഡോർ എന്ന് പറഞ്ഞ്, ഓട്ടോമാറ്റിക് ഡോറുകള്. അപ്പൊ അത് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട, അത് നേരെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും തന്നെ ഓപ്പൺ ആവുന്ന രീതിയിലുള്ള ഡോറുകൾ, അങ്ങനെയൊക്കെ ശരിക്കും വേണമെന്നുണ്ട്. എന്നാൽ എന്താ, ഇവിടെ ഡെഫിഷ്യൻസി കാണും ഈ ഏരിയയിലും, അതായത് അനുയോജ്യമല്ലാത്ത സൈസിലും ടൈപ്പിലുമുള്ള ഡോറുകള്. ഇനി അടുത്ത് നോക്കിയേ, ലാക്ക് ഓഫ് laminar flow and mandatory air exchange system in operation theatre. എന്താ ലാമിനാർ ഫ്ലോ എന്ന് പറയുന്നത്? ലാമിനാർ ഫ്ലോയിന്റെ കുറവ് എന്താ, അതായത് വെന്റിലേഷൻ സിസ്റ്റം ആണ് ഇത്. ലാമിനാർ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരു വെന്റിലേഷൻ സിസ്റ്റം ആണ്. നമ്മൾ പറഞ്ഞില്ലേ, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നല്ല രീതിയിലുള്ള വെന്റിലേഷൻ വേണം, അതായത് പ്യുവർ ആയിട്ടുള്ള സ്റ്റെറൈൽ ഏരിയയിൽ നിന്നുള്ള നമുക്ക് വെന്റിലേഷൻ വേണമെന്ന് നമ്മള് പറഞ്ഞതാ. ഇവിടെ നോക്കിയേ, എന്താ പറഞ്ഞേക്കുന്നത്, അങ്ങനെ ആ ലാമിനാർ ഫ്ലോ അല്ലെങ്കിൽ വെന്റിലേഷന്റെ ആ കുറവ്, അവിടെയും ആ ഡെഫിഷ്യൻസി വരാം. ഓക്കെ, അതായത് ഈ പറഞ്ഞേക്കുന്ന ലാമിനാർ ഫ്ലോ എന്ന് പറഞ്ഞ ഫാൻ ഇല്ലേ, ഫാനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു ഫിൽറ്റർ ആയിട്ടുള്ള എയർ കണ്ടിന്യൂസ് ആയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നൽകുന്നു. അങ്ങനെയുള്ള ഒരു എയർ ഫ്ലോ ഓപ്പറേഷൻ തിയേറ്ററിൽ ശരിക്കും എന്താ വേണമെന്നുണ്ട്. അത് അപ്പൊ എങ്ങനെയാ, അങ്ങനെ വരുമ്പോ അത് എപ്പോഴും അവിടുത്തെ എയർ ഫിൽറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ലാമിനാർ ഫ്ലോയിന്റെ കുറവ്,
ആൻഡ് മാൻഡേറ്ററി എയർ എക്സ്ചേഞ്ച് സിസ്റ്റം. അതാണ് മാൻഡേറ്ററി എയർ എക്സ്ചേഞ്ച് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്യുവർ ആയിട്ടുള്ള വായു എന്താ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊടുക്കണമെന്നുണ്ട്. അത് എപ്പോഴും അവിടെ എന്ത് ചെയ്തു എക്സ്ചേഞ്ച് അല്ലെങ്കിൽ അത് എയർ ഫിൽറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും. അതിന്റെ ഒരു കുറവ്. പിന്നെ lack of standard operation theater protocol, OT protocol. ഓപ്പറേഷൻ തിയേറ്ററിൽ അവർ ഫോളോ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രോട്ടോകോളുകൾ വേണമെന്നുണ്ട്. അതിന്റെ ഒരു അഭാവം. ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ തിയേറ്റർ പ്രോട്ടോകോൾ അവിടെ ഡെഫിഷ്യൻസി വരാവുന്ന ഏരിയ കേട്ടോ. അപ്പൊ അതിന്റെ കുറവ്. പിന്നെ നോക്കിയേ, നോ സെപ്പറേറ്റ് സെൻട്രൽ സ്റ്റൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, CSSD. നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സില്, നമ്മൾ ആ ഇതിനകത്ത് TSSU എന്ന് പറഞ്ഞില്ലേ, തിയേറ്ററിലേക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ സ്റ്റെറിലൈസ് കൊടുക്കുന്ന, അതാണ് TSSU എന്ന് പറഞ്ഞത്. അപ്പൊ എന്താ, CSSD നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ, ഡിപ്പാർട്ട്മെന്റ് പഠിക്കാനുണ്ട്. CSSD സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ചാൽ എന്താ, ഹോസ്പിറ്റലിലെ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് കളക്ട് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യുന്നു, സ്റ്റെറിലൈസ് ചെയ്തിട്ട് തിരിച്ച് അങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് CSSD എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാ, കണ്ടാമിനേഷൻ ഒക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, സ്റ്റെറിലൈസ് ചെയ്ത് എക്യുപ്മെന്റ്സ് സപ്ലൈ ചെയ്യുന്നതാണ്. അപ്പൊ എന്താ പറഞ്ഞേക്കണേ, ഓപ്പറേഷൻ തിയേറ്ററിൽ ഇങ്ങനെയുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള CSSD ഇല്ലാത്തത് അവിടെ ഡെഫിഷ്യൻസി കാണാം. TSSU തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ് അത് വേണമെന്നുണ്ട്. ചിലപ്പോ എന്താ ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ചില ഹോസ്പിറ്റലുകളിൽ അങ്ങനെ സെപ്പറേറ്റ് CSSD ഇല്ല. ഓക്കെ, അവിടെ ഡെഫിഷ്യൻസി കാണാം. പിന്നെ നോക്കിയേ, വെയിറ്റിംഗ് ഏരിയ റിക്കവറി റൂം, വെയിറ്റിംഗ് ഏരിയ റിക്കവറി. ഇവിടെ എന്താ വെയിറ്റിംഗ് ഏരിയ, അതിനകത്ത് 2 സെക്ഷൻ ആയിട്ട് തന്നിട്ടുണ്ട്. നോട്ട് വെൽ എക്യുപ്ഡ്, അധികം എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊന്നുമില്ല, അത്രയും സജ്ജീകരണങ്ങൾ ഇല്ലാത്തൊരവസ്ഥ. ലാക്ക് ഓഫ് ബേസിക് ഫെസിലിറ്റി. പിന്നെ റിക്കവറി റൂമിലൊക്കെ ആണെങ്കിലും ബേസിക് ഫെസിലിറ്റി സൗകര്യങ്ങൾ വേണമെന്നുണ്ട്, അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വേണമെന്നുണ്ട് അല്ലെ. അപ്പൊ അതിന്റെയൊക്കെ കുറവ്. ഇത്രയും ഏരിയകളില് ഏതാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ ഇത്രയും ഏരിയകളിൽ ഡെഫിഷ്യൻസി കാണിക്കുന്ന ഏരിയകളാണ്, അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാകാത്ത ഏരിയകള്. ആ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ, ഏതൊക്കെയാണെന്ന്. നോ റിസപ്ഷൻ ഏരിയ, നോ സെപ്പറേറ്റ് റൂം ഫോർ സർജൻസ്, അനസ്തേഷ്യോളജിസ്റ്റ്, ജൂനിയർ ഡോക്ടർ, OT അറ്റൻഡൻസ്, ഇവർക്ക് സെപ്പറേറ്റ് റൂം ഇല്ല. പിന്നെ അടുത്തത് ചേഞ്ചിങ് റൂം അല്ലെ, നോട്ട് ഇനഫ് നമ്പർ ഓഫ് ചേഞ്ചിങ് റൂം, ആവശ്യത്തിന് ചേഞ്ചിങ് റൂം ഇല്ല. ശരിക്കും ഓരോരുത്തർക്കും അല്ലെ, സ്റ്റാഫിന് വേറെ, ഡോക്ടറിന് വേറെ, നഴ്സിന് വേറെ, പേഷ്യന്റിന് വേറെ, അങ്ങനെ ചേഞ്ചിങ് റൂം വേണമെന്നുണ്ട്. പക്ഷെ എന്താ, ഇവിടെ നമ്പർ ഓഫ് ചേഞ്ചിങ് റൂം ഇല്ലാത്ത ആവശ്യത്തിന് ഇല്ല. പിന്നെ അടുത്തത് ഡോറുകള്, ശരിക്കും ഡോറുകൾ ആ രീതിയിലായിരിക്കണം, കറക്റ്റ് സൈസില് ടൈപ്പിലൊക്കെ ഉള്ള പലതരത്തിലുള്ള ഡോറുകളൊക്കെ വേണമെന്നുണ്ട്. അപ്പൊ അതിന്റെ അനുയോജ്യമല്ലാത്ത സൈസിലും ടൈപ്പിലുമുള്ള ഡോറുകള്. പിന്നെ ലാമിനാർ ഫ്ലോ, എയർ വെന്റിലേഷൻ, നല്ല എന്താണ് ജെൻട്രി ആയിട്ടുള്ള അല്ലെ, നല്ല ഒരു എയർ ഫ്ലോ നമ്മള് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊടുക്കണം. അങ്ങനെ അതിന്റെ ഒരു കുറവ്. പിന്നെ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ തിയേറ്റർ പ്രോട്ടോകോൾ, അതിന്റെ കുറവ്. പിന്നെ CSSD സെപ്പറേറ്റ് CSSD ഇല്ലാത്ത ഒരവസ്ഥ. നോ സെപ്പറേറ്റ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ദെൻ അടുത്ത് വെയിറ്റിംഗ് ഏരിയ, റിക്കവറി റൂം, ഇവിടെ അധികം എക്വിപ്ഡ് അല്ലാത്തത്, ബേസിക് ഫെസിലിറ്റിയുടെ കുറവ്. ഇത്രയും ഏരിയകളിൽ ഡെഫിഷ്യൻസി വരാം. അതിനകത്ത് CSSD നിങ്ങൾക്ക് പഠിക്കാണ്ട്, നമുക്കൊരു ചാപ്റ്റർ ഉണ്ട് CSSD, അതൊന്ന് നോട്ട് ചെയ്ത് കേട്ടോ. അവിടെ എക്സ്പാൻഡഡ് ഫോം വേണമെങ്കിൽ ചോദിക്കാം. എക്സ്പാൻഡ് CSSD, റൈറ്റ് ദ ഫുൾ ഫോം ഓഫ് CSSD, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. പിന്നെ അവിടെ നമ്മൾ ഡെഫിഷ്യൻസി കാണിക്കുന്ന ഏരിയകൾ ഏതാണെന്നുള്ളതും നോട്ട് ചെയ്ത് വെക്കുക. ക്ലിയർ ആയോ? 8 പോയിന്റ് ക്ലിയർ ആവുന്നുണ്ടോ പറയണത്? ഓക്കെ ആണോ? ഓക്കെ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ നോക്കുന്നത് പല തരത്തിലുള്ള ഓപ്പറേഷൻ തിയേറ്ററുകൾ. കേറിയിട്ടുണ്ടല്ലോ അല്ലെ, കുറച്ചു പേരൊക്കെ കേറിയിട്ടുണ്ട്.
അത് പല ടൈപ്പിലുള്ള തിയേറ്റർ ഉണ്ട്. എല്ലാ ഓപ്പറേഷൻ തിയേറ്ററും ഒരുപോലെ ആവണമെന്നില്ല. പല ടൈപ്പിലുണ്ട്. ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ നമുക്ക് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്. മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ, ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ, ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ. എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ പേരുകൾ പഠിച്ചേ. ഏതൊക്കെയാണ്? മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ, മോഡുലാർ OT, ഇന്റഗ്രേറ്റഡ് OT, ഹൈബ്രിഡ് OT, ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, ഇനി ഫസ്റ്റ് വൺ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ. മോഡുലാർ എന്താണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ? നോക്കിയേ, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു റൂമിലെ ബേസിക് സാധാരണ നമുക്ക് ഹോസ്പിറ്റലിലെ റൂം തന്നെ ഓപ്പറേഷൻ തിയേറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. ഹോസ്പിറ്റലിലെ റൂം തന്നെ ഓപ്പറേഷൻ തിയേറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. ഇത് നോട്ട് ചെയ്തോ, നിങ്ങളുടെ ടെക്സ്റ്റിൽ വെറുതെ ഒന്ന് ചെറുതാക്കി ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. ഇതാണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലെ റൂം തന്നെ എന്താക്കി കൺവേർട്ട് ചെയ്യും? ഓപ്പറേഷൻ തിയേറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ. ഇതൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ്. ഈസി ആയിട്ട് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും, നിർമ്മിക്കാൻ പറ്റും. എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് പിന്നീട് അത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞ pre-fabricated modular operation theater is a finished steel structure with a jointless sterile coating that provides high quality finish. എന്താ പറഞ്ഞേക്കണേ? ഇത് എന്തുകൊണ്ടാ ഫ്രെയിം ചെയ്തേക്കണേ? സ്റ്റീലോ അല്ലെങ്കിൽ ഗ്ലാസോ. കൂടുതൽ പ്രിഫറൻസ് സ്റ്റീൽ തന്നെയാട്ടോ. ഇത് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് സ്റ്റീൽ തന്നെയാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ആ സ്റ്റീല് കൊണ്ട് തന്നെ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ്. അപ്പൊ നമ്മൾ എന്താ പറയാ, ഹോസ്പിറ്റൽ റൂം തന്നെ നമ്മൾ ഓപ്പറേഷൻ തിയേറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഇടയ്ക്ക് നമ്മൾ എന്താണ്, സ്റ്റീലാണ് അവിടെ ഉപയോഗിക്കുന്നത്. കൂടുതൽ പ്രിഫറൻസിന് സ്റ്റീൽ തന്നെയാണ്. ജോയിൻലെസ് ആയിട്ടുള്ള സ്റ്റീൻലെസ് കോട്ടിംഗ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ, സ്റ്റീൻലെസ് സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സ്റ്റെറൈൽ കോട്ടിംഗ് ചെയ്ത് ഹൈ ക്വാളിറ്റിയിൽ ഫിനിഷ് പ്രൊവൈഡ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ? നമ്മുടെ സാധാരണ ഹോസ്പിറ്റൽ റൂം എന്താക്കുന്നു? നമ്മള് ഓപ്പറേഷൻ തിയേറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പൊ അവിടെ എന്താ ഉപയോഗിക്കുന്നത്? നമ്മൾ കൂടുതൽ പ്രിഫറൻസ് ചെയ്ത സ്റ്റീലാണ്. അതിന്റെ ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീൽ ആയിരിക്കും. സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ട് വിത്ത് ജോയിൻലെസ് ആയിട്ടുള്ള സ്റ്റെറൈൽ ആയിട്ടുള്ള സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ട് നല്ല ഫിനിഷിങ്ങില് എന്താ ചെയ്യാണ്, കോട്ടിംഗ് ഒക്കെ ചെയ്ത് ഹൈ ക്വാളിറ്റിയിൽ സെറ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയെന്ന് പറഞ്ഞാൽ അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും അതിൻ്റെ ഉള്ള എല്ലാ ഫെസിലിറ്റിയും നമുക്ക് അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാൻ പറ്റും. പ്രധാനമായിട്ടും അതിന്റെ പാനലുകൾ സ്റ്റീൽ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ നിർമ്മിക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററിന് കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ഇതെങ്ങനെ ഒരു ഫ്ലെക്സിബിൾ ആണ്. അത് ഇപ്പൊ നമുക്കത് വേണ്ട അല്ലെങ്കിൽ അവിടെ മാറ്റണം അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താ, അത് സ്റ്റീൽ കൊണ്ടല്ലേ, അത് നമുക്ക് എന്താ പറയാ, നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും. അതൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതാണ്. ഈസി ആയിട്ട് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. ഇനി എക്സ്പാൻഡ് ചെയ്യണം, കുറച്ചും കൂടി അതിൽ വ്യത്യാസം വരുത്തണം, കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ കുറച്ച് ബെനിഫിറ്റ്സ് ആണ്. ഇവിടെ നോക്കിയാൽ കുറച്ച് ബെനിഫിറ്റ്സും കൂടി അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ എന്താ അവിടെ ക്വസ്റ്റ്യൻ വരിക? മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്താണ്? അവിടെ ഒന്ന് നോക്കട്ടെ. ഡെഫിനിഷൻ എഴുതാനില്ല, ഇത് തന്നിട്ട് ആ സെന്റൻസ് തരും നിങ്ങൾക്ക്. എന്നിട്ട് അത് ഏത് ടൈപ്പ് ഓപ്പറേഷൻ തിയേറ്റർ ആണെന്ന് ചോദിക്കുക. Prefabricated modular operation theater is a finished steel structure with a jointless sterile coating that provide a high quality finish. അപ്പോൾ സ്റ്റീൽ സ്ട്രക്ചർ കൊണ്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത ഓപ്പറേഷൻ തിയേറ്റർ ഏതാണ്? മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ. ക്ലിയർ ആവുന്നില്ലേ നിങ്ങൾക്ക് പറയണത്?
സ്റ്റീൽ ഒരു ബേസിക് നമ്മൾ പറഞ്ഞില്ലേ ഫ്രെയിം സ്റ്റീൽ തന്നെയായിരിക്കും. പാനല് സ്റ്റീൽ തന്നെയാണ്. സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നല്ല ഹൈ ക്വാളിറ്റിയിൽ നമ്മൾ നിർമ്മിക്കുന്ന ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണിത്. അതിനകത്ത് ഓപ്പറേഷൻ തിയേറ്ററിലെ എല്ലാ ഫെസിലിറ്റിയും നമുക്ക് അതിന്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഇങ്ങനെയുള്ള മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിന് കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. അത് എന്തൊക്കെയാണ് അത് നോട്ട് ചെയ്യണം കേട്ടോ. പോയിന്റ്സ് നോട്ട് ചെയ്തെടുക്കുക. അത് ടെക്സ്റ്റിൽ ഒന്ന് നോട്ട് ചെയ്യുക. ദീസ് ഓപ്പറേഷൻ തിയേറ്റേഴ്സ് പ്രൊവൈഡ് ബെനിഫിറ്റ്സ് ഓഫ് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് വരുന്നത്? റാപ്പിഡ് കൺസ്ട്രക്ഷൻ, നമുക്ക് പെട്ടെന്ന് നിർമ്മിക്കാൻ പറ്റും. എന്താണ് ഒന്നാമത്തെ ഒരു ബെനിഫിറ്റ്? നമുക്ക് ഗുണം പെട്ടെന്ന് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് നിർമ്മിക്കാൻ പറ്റും അല്ലേ? നമ്മള് ഇഷ്ടികയൊക്കെ വെച്ച് പണിത് അങ്ങനെ ഉണ്ടാക്കുന്നതിനേക്കായും അതിന്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് ചെറിയ റൂമാക്കിയോ ഒക്കെ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യണമല്ലോ. അപ്പൊ അതൊക്കെ ഫ്രെയിം അവിടെ സ്റ്റീൽ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ പാനല് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റും. വീടുകളൊക്കെ അങ്ങനെ പാനലൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ സിമെന്റ് ഒക്കെ ഉപയോഗിച്ചല്ലാതെയൊക്കെ ഇഷ്ടിക ഒക്കെ ഉപയോഗിച്ചല്ലാതെ പണിയല്ലേ ഇപ്പൊ? ഇല്ലേ? ഇല്ലേ? ഇപ്പൊ നമ്മളൊരു റൂം സെപ്പറേറ്റ് കൂട്ടിയെടുക്കണമെങ്കിലും ഒക്കെ അങ്ങനെ ചെയ്യല്ലേ ഇപ്പൊ? പെട്ടെന്ന് നമുക്ക് മറ്റേ അത്രയും വേണ്ട, പെട്ടെന്ന് നമുക്കത് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഒന്നാമത്തെ ബെനിഫിറ്റ്സ്. എന്താണ്? റാപ്പിഡ് കൺസ്ട്രക്ഷൻ. മനസ്സിലായില്ലേ? ഒന്നാമത്തെ പോയിന്റ്, പെട്ടെന്ന് നമുക്കിത് നിർമ്മിക്കാൻ പറ്റും. അടുത്ത നോക്കിയേ, സെക്കൻഡ് പോയിന്റ് എന്താ? പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ ബിൽഡപ്പ്. അത് നമുക്ക് കണ്ടാമിനേഷൻ, മലിനീകരണം നമുക്ക് തടയാൻ പറ്റും. പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ ബിൽഡപ്പ് ആണ് അവിടെ നമുക്ക് ഈ എന്താ പറയാ കണ്ടാമിനേഷൻ, മലിനീകരണം ഒക്കെ നമുക്ക് തടയാൻ പറ്റും. കുറച്ചും കൂടി ഹൈ ക്വാളിറ്റിയിലുള്ള സ്റ്റെറിലൈസ് ചെയ്ത സ്റ്റീലാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് അല്ലെ? അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടാമിനേഷൻ ഉണ്ടാകുന്നത് അതിനെ തടയാൻ പറ്റും. പിന്നെ അടുത്ത് നോക്കിയേ, ലോ ഡ്യൂറബിലിറ്റി, നീണ്ട ഈട്, കുറെ കാലം നിൽക്കും. അത് നീണ്ട ഈട് നിൽക്കും. അതായത് കുറെ വർഷങ്ങളോളം നമുക്ക് വലിയ സ്റ്റീലൊക്കെ ആവുമ്പോൾ പെട്ടെന്ന് ചീത്തയാവുമൊന്നുമില്ല അല്ലെ? അതുകൊണ്ട് തന്നെ എന്താണ്, കുറെ നാള് നിൽക്കും. നീണ്ട ഈട്, ലോങ് ഡ്യൂറബിലിറ്റി. ലോങ് ഡ്യൂറബിലിറ്റി. സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ. പിന്നെ ഇതെങ്ങനെയാ? സ്ട്രോങ് ആണ്, നല്ല ബലമുണ്ട്. ആൻഡ് ഫ്ലെക്സിബിൾ, ഫ്ലെക്സിബിൾ ആണ്, ഒരു വഴുവഴുപ്പുള്ളതാണ്. എന്ന് വെച്ചാൽ എന്താ? നമുക്കത് സ്ഥിരമായിട്ട് നിൽക്കുന്നതല്ല, അല്ല കോൺസ്റ്റന്റ് അല്ല, ഫ്ലെക്സിബിൾ ആണ്. ഇനി നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും എക്സ്പാൻഡ് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് അതിനോട് അറ്റാച്ച് ചെയ്ത് ഈസി ആയിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ. നമുക്ക് ഫ്യൂച്ചറിൽ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാം. അത് ഫ്ലെക്സിബിൾ ആണ്. ഇനി എയ്സ് ഓഫ് മെയിൻ്റനൻസ്. എയ്സ് എന്ന് പറഞ്ഞാൽ ഈസി ആട്ടോ. അതിന്റെ മെയിൻ്റനൻസ് വർക്ക് ഈസിയാണ്. സാധാരണ രീതിയിലുള്ള ഇതിനെ ഓപ്പറേഷൻ തിയേറ്ററിനേക്കാളും ഇങ്ങനെയുള്ള മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിൽ മെയിൻ്റനൻസ് കുറച്ചും കൂടി ഈസിയാണ്. ഇൻസ്റ്റലേഷൻ ആൻഡ് സപ്പോർട്ട് ഓഫ് എക്യുപ്മെന്റ്. ഇനി എക്യുപ്മെന്റ്സുകൾ ഇൻസ്റ്റോൾ ചെയ്യാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ എക്യുപ്മെന്റ്സിന്റെ സപ്പോർട്ട്, ഇൻസ്റ്റലേഷൻ ആൻഡ് സപ്പോർട്ട് ഓഫ് എക്യുപ്മെന്റ്സ്. എക്യുപ്മെന്റ്സ് സപ്പോർട്ട് ചെയ്യാൻ, ഇൻസ്റ്റോൾ ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ. ഇനി അടുത്ത ഏഴാമത്തെ പോയിന്റ് എന്താ? പ്രൊവിഷൻ ഓഫ് ഓപ്പണിംഗ് നീഡഡ് ഫോർ ദ ഇൻസ്റ്റലേഷൻ വിത്തൗട്ട് എഫക്റ്റിംഗ് ഹാർഡ്നെസ് ഓഫ് ദ സ്ട്രക്ചർ. ആ സ്ട്രക്ചറിന്റെ ഹാർഡ്നെസ്സിനെ അഫക്റ്റ് ചെയ്യാതെ നമുക്ക് പ്രോപ്പർ ആയിട്ട് നമുക്ക് എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഉള്ളിലേക്ക് എന്താ ആ ഒരു ഓപ്പണിങ്, അത് എന്താ അതുപോലെയുള്ള ഒരു ഓപ്പണിങ് നമുക്ക് അതിനുള്ളൊരു വ്യവസ്ഥ ഉണ്ടാക്കണം. അതായത് നമ്മളൊരു ഇഷ്ടിക കല്ലൊക്കെ വെച്ച് പണിതേക്കണ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ്. അതിന്റെ ഒരു ഡോർ ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് കുറച്ചും കൂടി കുറച്ച് എക്യുപ്മെന്റ്സ് നമുക്ക് അതിലേക്ക് കൊണ്ടുവരാം. അപ്പൊ അത് ഇച്ചിരി കൂടി നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയാണെങ്കിലും എന്തെങ്കിലും വലിയ ഒരു കട്ടിലൊക്കെ ആവട്ടെ, നമ്മുടെ ആ വാതില് ചെറുതാണെങ്കിൽ നമുക്ക് അതിന്റെ ഉള്ളിൽ കൂടെ കടത്തി കൊണ്ടുപോകാൻ പാടല്ലേ? പിന്നെ അത് നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് കടത്തണമെങ്കിൽ നമുക്ക് എന്താ പറയാ, അത് പൊളിച്ചിട്ട് വേണം നമുക്ക് വേണമെങ്കിൽ കടത്താനായിട്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീൽ ഫ്രെയിം ചെയ്ത് വെച്ചേക്കണതല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള എത്ര വലിയ ഇതാണെങ്കിലും നമുക്ക് വേണമെങ്കിൽ ആ സ്ക്രൂവും ബോൾട്ടൊക്കെ അഴിച്ച് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് ആ എക്യുപ്മെന്റ്സുകൾ അതിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഇൻസ്റ്റോൾ ചെയ്യാൻ പറ്റും.
അപ്പൊ അതായത് അതിന്റെ സ്ട്രക്ചറിനെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് ഉപകരണങ്ങള് എക്യുപ്മെന്റ്സുകള് ഇൻസ്റ്റോൾ ചെയ്യാനായിട്ട് പറ്റും. അതിനുള്ള ഒരു ഓപ്പണിങ് തുറന്നു കൊടുക്കാൻ IIE മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിന് കഴിയുന്നു. ക്ലിയർ ആയോ നോക്കി? ആ 7 പോയിന്റ്സുകളും പെട്ടെന്ന് നിർമ്മിക്കാൻ പറ്റുന്നു. പിന്നെ നമുക്ക് കണ്ടാമിനേഷൻ ഉണ്ടാകാനുള്ള സാധ്യത തടയുന്നു. പിന്നെ കുറച്ച് നീണ്ട ഈട് നിൽക്കുന്നു, നല്ല സ്ട്രോങ് ആണ്, ഫ്ലെക്സിബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് പറ്റുന്നു. പിന്നെ അതിന്റെ മെയിൻ്റനൻസ് വർക്ക് കാര്യങ്ങൾ ഈസിയാണ്. പിന്നെ ഇൻസ്റ്റലേഷൻ സ്ഥാപിക്കുക, സപ്പോർട്ട് എക്യുപ്മെന്റ്സിനെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഇൻസ്റ്റോൾ ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്, പ്രത്യേക പോയിന്റ് ഒന്നുകൂടി അവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ എക്യുപ്മെന്റ്സ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഓപ്പണിങ് തുറന്നു കൊടുക്കാൻ, അതായത് അതിന്റെ സ്ട്രക്ചറിനെ ഒന്നും ബാധിക്കാത്ത രീതിയിൽ തുറന്നു കൊടുക്കാനുള്ള ഒരു വ്യവസ്ഥ ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആ മോഡുലാർ ഓപ്പറേഷൻ ഫീച്ചറിന്റെ ബെനിഫിറ്റ്സ് വരുന്നത്. ക്ലിയർ ആണോ? നോക്കി 7 പോയിന്റ്സിൽ ഏതെങ്കിലും പോയിന്റ്സ് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ, മനസ്സിലാവാത്തതുണ്ടോ എന്നൊന്ന് പെട്ടെന്ന് വായിച്ചു നോക്കി. സെവൻത്ത് മാത്രം ഒന്ന് പറയാം. ഓക്കെ, പറയാലോ? വേറെ ഒരു പോയിന്റ്സ് ബാക്കിയെല്ലാം ക്ലിയർ ആണ് അല്ലെ എല്ലാവർക്കും? 7th പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവിഷൻ എന്ന് വെച്ചൊരു വ്യവസ്ഥ ഉണ്ടാക്കുക. എന്തിനുള്ളതാന്ന് ഓഫ് ഓപ്പണിംഗ് നീഡഡ് ഫോർ ദ ഇൻസ്റ്റലേഷൻ വിത്തൗട്ട് അഫക്റ്റിംഗ് ദ ഹാർഡ്നെസ് ഓഫ് ദ സ്ട്രക്ചർ. അതായത് നമ്മളിപ്പോ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്, ഇപ്പൊ നമ്മുടെ വീട് അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ തിയേറ്റർ നമ്മൾ ഈ സ്റ്റീൽ അല്ലാതെ കല്ലും മണ്ണും എന്താ പറയാ, മണ്ണല്ല സിമെന്റും ഇഷ്ടികയൊക്കെ വെച്ച് നിർമ്മിച്ചേക്കണ ഒരു ഇതാന്ന് വിചാരിക്കാം. അപ്പൊ അതിന്റെ ഓപ്പണിങ് ചിലപ്പോൾ ചെറുതായിരിക്കും. അപ്പൊ നമുക്ക് എന്തെങ്കിലും നമുക്ക് വലിയ ഹെവി വെയിറ്റ് ഉള്ളത് അല്ലെങ്കിൽ വലിയ എക്യുപ്മെന്റ്സ് അതിന്റെ ഉള്ളിലേക്ക് നമുക്ക് കയറ്റണമെങ്കിൽ, അത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട വരും? ചിലപ്പോൾ ഒരു ഭാഗം ചിലപ്പോൾ പൊളിക്കേണ്ട വരും അല്ലേ? അല്ലാതെ അതിന്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റും നമുക്ക്? അപ്പൊ അതിന്റെ സ്ട്രക്ചറിനെ ബാധിക്കും അല്ലെ? അത് ചിലപ്പോൾ പൊളിച്ച ഒരു വശം എന്ത് ചെയ്യണം, നമുക്കത് ചിലപ്പോ പൊളിക്കേണ്ടി വരും. എന്നാൽ ഈ സ്റ്റീലില് ഇത് നമ്മൾ പറഞ്ഞു സ്റ്റീലും കൊണ്ടാണ് ബേസിക് ഫ്രെയിം സ്റ്റീലാന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ സ്റ്റീലും കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. അപ്പൊ നമുക്ക് അതിന്റെ സ്ട്രക്ചറിനെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ എക്യുപ്മെന്റ്സ് അതിന്റെ ഉള്ളിലേക്ക് ഇൻസ്റ്റോൾ ചെയ്യാം. സ്റ്റീൽ വെച്ചിട്ടല്ലേ? അപ്പൊ ജസ്റ്റ് വേണമെങ്കിൽ ഒരു ഭാഗം നെട്ടും മോൾട്ട് ഈ സ്ക്രൂ ഒക്കെ വെച്ച് ടൈറ്റ് ചെയ്തിട്ട് ഒക്കെ ഉള്ളതായിരിക്കും ചിലപ്പോ. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ സാധനം മാത്രം ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞ് എന്താ പറയാ, ആ എക്യുപ്മെന്റ്സ് അതിന്റെ ഉള്ളിലേക്ക് കയറ്റി കഴിഞ്ഞാൽ തിരിച്ചത് നമുക്ക് അവിടെ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയില്ലേ? അപ്പൊ അതായത് അതിന്റെ ആ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? എക്യുപ്മെന്റ്സുകള് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഇൻസ്റ്റോൾ ചെയ്യാം. അപ്പൊ അതിനുള്ള ഒരു ഓപ്പണിങ് നമുക്ക് തുറന്നു കൊടുക്കാനുള്ള ഒരു ഒരു പ്രൊവിഷൻ ഉണ്ടാക്കണം, ഒരു വ്യവസ്ഥ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട്. അതായത് ഞാൻ പറയട്ടെ, നിങ്ങൾ ചില വീടുകളിൽ കണ്ടിട്ടുണ്ടാവും ഗേറ്റ്. പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗേറ്റ് നമ്മൾ വെക്കുമ്പോൾ ഫിക്സ്ഡ് ആയിട്ടുള്ളതായിരിക്കും. അപ്പൊ അതിന്റെ ഒരു പോർഷൻ മാത്രം തുറന്നായിരിക്കും നമ്മൾ അകത്തേക്ക് കയറുന്നത്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ സ്ക്രോൾ ചെയ്യുന്ന രീതിയിലൊക്കെ ഉള്ള ഇതില്ലേ? അപ്പൊ നമുക്ക് ആവശ്യത്തിന് അത് സ്ക്രോൾ ചെയ്ത് മാറ്റാം, ഇങ്ങോട്ട് നീക്കാം ഇല്ലേ? അപ്പൊ നമുക്ക് എത്ര വലിയ ഇതാണെങ്കിലും നമുക്ക് ആ ഇതിന്റെ ഉള്ളിൽ കൂടെ കയറ്റാൻ പറ്റും. ഇതിപ്പോ ഒരു ചെറിയ ഇതാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇനിയിപ്പോ അപ്പുറത്തെ ഭിത്തി അല്ലെങ്കിൽ ആ മതില് ചിലപ്പോ പൊളിച്ചു കഴിഞ്ഞാലാണെങ്കിൽ ചിലപ്പോ കയറ്റാൻ പറ്റുള്ളൂ. ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? അതായത് അതിന്റെ സ്ട്രക്ചറിനെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് ഈ എക്യുപ്മെന്റ്സുകൾ അതിന്റെ ഉള്ളിലേക്ക് ഇൻസ്റ്റോൾ ചെയ്യാനുള്ള ഒരു ഓപ്പണിങ്, അങ്ങനെയുള്ള ഒരു വ്യവസ്ഥ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റി ഈ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിലുണ്ട്. സ്ട്രക്ചറിനെ ബാധിക്കാത്ത രീതിയിൽ ഉപകരണങ്ങൾ ഇൻസ്റ്റോൾ ചെയ്യാൻ ഒരു ഓപ്പണിങ് തുറന്നു കൊടുക്കാൻ കഴിയും. പിന്നെ ഇവിടെ ആരെ പറഞ്ഞല്ലോ, 4th പോയിന്റ് എന്താ? സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ. എങ്ങനെയാണ്? സ്റ്റീൽ എന്ന് പറഞ്ഞ സാധനമാണ് അല്ലെ? അപ്പൊ അത് കുറച്ചുകൂടി സ്ട്രോങ് ആണ്, നല്ല ബലമുണ്ട്, പിന്നെ ഫ്ലെക്സിബിൾ ആണ്. ഫ്ലെക്സിബിൾ എന്ന് വെച്ചാൽ എന്താ? അത് കോൺസ്റ്റന്റ് അല്ല,
ഫ്ലെക്സിബിൾ, ഒരു വഴുവഴുപ്പുള്ളതാണ്. അതായത് എന്താ, ഇനി പിന്നീട് അതിനെ എന്തെങ്കിലും എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ എന്താ, നമുക്ക് ആ സ്ട്രക്ചറിനെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അതിനോട് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം. ജസ്റ്റ് കുറച്ചും കൂടി നീക്കണം, ഒരു എക്സ്പാൻഷൻ വേണം, ആ പാനിന് കുറച്ചും കൂടി അങ്ങോട്ട് നീക്കിയിട്ട് കൊടുക്കാൻ പോരെ. അങ്ങനെ നമുക്ക് പിന്നീട് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു വ്യവസ്ഥ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബെനിഫിറ്റ് ആണ് അത്. ഫ്യൂച്ചറിൽ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഇതുണ്ട്, സ്ട്രോങ് ആണ്, അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ആണ്. ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഏതാ പറഞ്ഞത്, 7 പോയിന്റ്സ് അല്ലേ ഉള്ളൂ നമുക്ക്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, അത്രയാണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ. എന്താന്ന് പറയുന്ന സ്റ്റീൽ സ്ട്രക്ചർ, അതാണ് ഫ്രെയിം ചെയ്തേക്കുന്ന തരത്തിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ ആണ്. അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഹോസ്പിറ്റലിലെ റൂം തന്നെ എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇനി അടുത്തതാണ് രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ. ഇന്റഗ്രേറ്റഡ്, ആ പേരിന് എന്താ, ഇന്റഗ്രേറ്റ് ചെയ്ത, കുറച്ചും കൂടി സംയോജിപ്പിച്ചേക്കുന്നത്, അതായത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ. അതായത് മെഡിക്കൽ ടെക്നോളജി സിസ്റ്റംസിന്റെ ഒരു കോമ്പിനേഷൻ ആണത്. അതായത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ്. നോക്കിയേ, ഫങ്ഷണലി ലിങ്കിങ് ദ ഓപ്പറേഷൻ തിയേറ്റർ എൻവയോൺമെന്റ്. This consists of patient information, audio, video, surgical light, room light, AC and medical equipments. കണ്ടോ, ഇതിന്റെയൊക്കെ ഇതെല്ലാം കൂടി സംയോജിപ്പിച്ചുകൊണ്ടുള്ള കുറച്ചും കൂടിയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ്. ഇങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റിയും ഉണ്ടായിരിക്കും. ഫങ്ഷണലി ലിങ്കിങ് ദ ഓപ്പറേഷൻ തിയേറ്റർ എൻവയോൺമെന്റ്. അതായത് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഓഡിയോ, അതിനകത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള സംസാരം കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാം, വീഡിയോ കാണാൻ പറ്റും, സർജിക്കൽ ലൈറ്റുകൾ അതേപോലെയുള്ളത്, റൂം ലൈറ്റുകൾ, AC, മെഡിക്കൽ എക്യുപ്മെന്റ്, അങ്ങനെയൊക്കെ എല്ലാരും എന്താ, ഇതെല്ലാം ഉള്ള എല്ലാ ഫെസിലിറ്റിയും ഉള്ള ഒരു കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ. നമുക്ക് സർജറി ഒക്കെ ചെയ്യുന്ന സമയത്തേ അത് അതിന്റെ വീഡിയോ അത് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കൃത്യമായിട്ട് നമുക്ക് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനെ മോണിറ്റർ ചെയ്യാൻ പറയുന്നു. പേഷ്യൻസിന്റെ വെയിറ്റിംഗ് ടൈം കുറയ്ക്കാൻ പറ്റും, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു സർജിക്കൽ ടീമുമായിട്ട് നമുക്ക് എന്താണ്, നമുക്ക് പേഷ്യന്റിന്റെ വിവരങ്ങൾ ഇതൊക്കെ പറയാനോ അതിന് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ സാധ്യമാകും. ഇത്രയും ഫെസിലിറ്റികളൊക്കെ ഉള്ള ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, ദിസ് കൺസിസ്റ്റ് ഓഫ് എന്നുള്ളത്, ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ കൺസിസ്റ്റ് ഓഫ് പേഷ്യന്റ് ഇൻഫർമേഷൻ, ഓഡിയോ, വീഡിയോ, സർജിക്കൽ ലൈറ്റ്, റൂം ലൈറ്റ്, AC ആൻഡ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്. ഇതെല്ലാം അതിനകത്ത് ഉണ്ടായിരിക്കും. ഇനി മൂന്നാമത്തെയാണ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ, HYBRID, ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ. എ സർജിക്കൽ theater that is equipped with modern medical imaging devices like C-arms, CT scanners, MRI scanners. ഇത് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിരിക്കും. അതായത് കുറച്ചും കൂടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് മൂന്നും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത്. അവിടെ എന്തൊക്കെയാ നോക്കി, സർജിക്കൽ തിയേറ്റർ ദാറ്റ് ഈസ് എക്വിപ്ഡ് വിത്ത് മോഡേൺ മെഡിക്കൽ ഇമേജിംഗ് ഡിവൈസസ്. അണ്ടർലൈൻ ചെയ്തോട്ടോ, മോഡേൺ മെഡിക്കൽ ഇമേജിംഗ് ഡിവൈസസ്, അതൊക്കെ ഉള്ള വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. മോഡേൺ ഇമേജിംഗ് ടെക്നോളജി ഏതൊക്കെയാ, ഡിവൈസസ് ഏതൊക്കെയാ, C-arms കണ്ടിട്ടുണ്ടോ നിങ്ങൾ? C-arms കേട്ടിട്ടുണ്ടോ? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിയൽ ടൈം ആയിട്ട് നമുക്ക് ഇമേജ് കാണാൻ പറ്റുന്ന ഒരു മെഡിക്കൽ ടെക്നോളജിയാണ് C-arms. മെഡിക്കൽ ഇമേജിംഗ് ടെക്നിക്കാണ്. നമ്മള് C-arms എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, അതിന്റെ ആം ഇങ്ങനെ C പോലെ ഇങ്ങനെ വളഞ്ഞിരിക്കും.
ഇപ്പം നമ്മളിവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ മറ്റേ ടേബിൾ ഓപ്പറേഷൻ ടേബിളിൽ നമ്മൾ പേഷ്യന്റിനെ കിടത്തി കഴിയുമ്പോൾ ആ ഇമേജിംഗ് ടെക്നോളജി നമ്മുടെ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിയാംസ്, അതായത് ആ ഒരു മിഷീൻ ഇങ്ങനെ വളഞ്ഞിങ്ങനെ ഇരിക്കും, കൈ പോലെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ നമ്മളിവിടെ കിടക്കുവാണെങ്കിൽ നമ്മുടെ മുകളിലേക്ക് ഇങ്ങനെ വന്നു നിൽക്കും. അപ്പൊ നമ്മുടെ ആ ഇമേജ് നമുക്ക് റിയൽ ആയിട്ട് തന്നെ എക്സ്റേ ഇമേജ് കൊടുക്കുക ചെയ്യുന്നത്. അതാണ് CARS എന്ന് പറയുന്നത്. പിന്നെ CT സ്കാനറുകള്, കമ്പ്യൂട്ടർ ടൊമോഗ്രാഫി സ്കാനേഴ്സ്, അതൊക്കെ റേഡിയോളജിക്ക് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഡിഫറെന്റ് ഇമേജിംഗ് ടെക്നോളജി, CT സ്കാനർ, MRI സ്കാനർ. MRIന്റെ എക്സ്പാൻഡഡ് ഫോം എന്താ? മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. അത് അവിടെ പഠിക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് ആണ് MRI. CT എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ടൊമോഗ്രാഫി സ്കാൻ. അപ്പൊ ഇങ്ങനെയുള്ള മോഡേൺ മെഡിക്കൽ ഇമേജിംഗ് ഡിവൈസ് ഉള്ള ഒരു വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ദിസ് അലൗസ് സ്ലൈറ്റ്ലി ഇൻവാസീവ് സർജറി, ലെസ് ഇൻസെഷൻ, അധികം മുറിവ് ഉണ്ടാക്കാത്ത രീതിയിൽ, അധികം നമുക്ക് ഇങ്ങനെയുള്ള അധികം ആക്രമണാത്മകമല്ലാത്ത, കേട്ടോ, സ്ലൈറ്റ്ലി ഇൻവാസീവ് സർജറി, അധികം ആക്രമണാത്മകമല്ലാത്ത അല്ലെങ്കിൽ ലെസ് ഇൻസിഷൻ, ചെറിയ മുറിവുണ്ടാക്കുന്ന സർജറികളിലൊക്കെ ഈ ഓപ്പറേഷൻ ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് അല്ലെ. നമ്മൾ പറഞ്ഞില്ലേ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി വേണം. ഇപ്പൊ നമ്മൾ സാധാരണ ഓപ്പൺ സർജറി പിന്നെ കീഹോളൊക്കെ ചെയ്യൂലേ, ഇങ്ങനെ അധികം മുറിവുണ്ടാക്കാത്ത രീതിയിലുള്ള സർജറികളൊക്കെ. അപ്പൊ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് അവിടെ ഉപയോഗിക്കുന്നത് അല്ലെ. അതൊക്കെ അതിന്റെ ഉള്ളിലേക്ക് കയറ്റണ്ടേ. ഓപ്പൺ എന്ന് പറഞ്ഞാൽ നേരെ കീറി സർജറി നേരിട്ട് ചെയ്യാം. ഇതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കി അതിൽ കൂടെ ആ എക്യുപ്മെന്റ്സുകൾ നമ്മൾ കടത്തിലിട്ടിട്ടല്ലേ ചെയ്യുന്നേ. അത്രയും അപ്പൊ അത് കറക്റ്റ് ആയിട്ട് അത് പോണ വഴി അത് ചെയ്യുന്ന രീതി. അല്ലാതെ നമ്മൾ മൊത്തം ഓപ്പൺ ചെയ്ത് സർജൻ ഡയറക്റ്റ് ചെയ്യല്ലോ. നമ്മൾ സർജൻ അവിടെ പുറകിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്നുള്ളൂ ആ മെഷീനെ അല്ലെ. അപ്പൊ അത് നമ്മൾ നേരെ കാണണ്ടേ. ആ നേരെ നമുക്ക് കണ്ട് അത്രയും ഫെസിലിറ്റി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ടെക്നോളജി ഉള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ് ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ. ക്ലിയർ ആയോ? നോക്കിയ മൂന്നെണ്ണോ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ, അടുത്തത് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ, ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ. മോഡുലാർ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ റൂം തന്നെ നമ്മൾ എന്താണ് സ്റ്റീലൊക്കെ ഉപയോഗിച്ച് നമ്മളത് സെറ്റ് ചെയ്യാണ്, കൺവേർട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഇന്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ് കുറച്ച് അഡ്വാൻസ്ഡ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളത് നമ്മൾ പറഞ്ഞില്ല, ആ സാധനങ്ങളെല്ലാം അതിനകത്ത് ഉണ്ടായിരിക്കും. ഇന്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞാലേ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ്. അതായത് നമ്മൾ അതിന്റെ മെഡിക്കൽ ടെക്നോളജി സിസ്റ്റം, മെഡിക്കൽ ടെക്നോളജി രണ്ടും കൂടി ഇല്ല. മെഡിക്കൽ ആയിട്ടുള്ളതും ചികിത്സാ സംബന്ധമായിട്ടുള്ള ടെക്നോളജിയുടെ ഒരു കോമ്പിനേഷൻ ആണ് ഇത്. അതായത് നമ്മൾ ഈ ഇങ്ങനെയുള്ള ഓഡിയോ കാണാം, ഓഡിയോ കേൾക്കാം, വീഡിയോ, സർജിക്കൽ ലൈറ്റുകൾ, റൂം, AC, മെഡിക്കൽ എക്യുപ്മെന്റ്, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു ഓപ്പറേഷൻ തിയേറ്റർ, ഓപ്പറേഷൻ എൻവയോൺമെന്റ് ആണ് ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ. ഇന്റഗ്രേറ്റഡ് എന്ന് വെച്ചാൽ സംയോജിപ്പിക്കുക, ഇതിന്റെ എല്ലാം കൂടി ഒരു സംയോജനാണ്. ഓക്കെ, അത് എന്ന് പറയുന്നത് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ സാധാരണ ഹോസ്പിറ്റലിലെ റൂം നമ്മളൊരു ഓപ്പറേഷൻ തിയേറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇതാണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ. അത് സ്റ്റീലൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതിന്റെ ബെനിഫിറ്റ്സ് ആണ് അവിടെ പറഞ്ഞത്. പിന്നെ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. അത് ഏതൊക്കെയാ? സിയാംസ്, CT സ്കാനർ, MRI സ്കാനേഴ്സ്, ഇങ്ങനെയുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിക്കുന്ന ഓപ്പറേഷൻ തിയേറ്റർ. അവിടെ എങ്ങനെയാണ് നോക്കിയേ, ദിസ് അലൗസ് സ്ലൈറ്റ്ലി ഇൻവാസീവ് സർജറി, അധികം ആക്രമണാത്മകമല്ലാത്ത സർജറി, അല്ലെങ്കിൽ അധികം മുറിവുണ്ടാക്കാത്ത കീഹോളൊക്കെ ഇല്ലേ, അതുപോലുള്ള സർജറികളൊക്കെ ചെയ്യുന്ന പറ്റുന്ന. അപ്പൊ അതിനുള്ള ഇമേജിംഗ് ടെക്നോളജി വേണം അല്ലെ. മോഡേൺ മെഡിക്കൽ ടെക്നോളജി ഉപയോഗിക്കുന്ന ഓപ്പറേഷൻ തിയേറ്റർ അതാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? മൂന്നെണ്ണോ നോക്കി വെക്കണം കേട്ടോ. ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ, മൂന്നിന്റെ പേര്, അതിന്റെ എന്താണ്
ഇന്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? സംയോജിപ്പിച്ചുകൊണ്ടുള്ള അതിന്റെയൊക്കെ കോമ്പിനേഷൻ ആണ്. ഹൈബ്രിഡ് എന്ന് വെച്ചാൽ എന്താ പറയാ? പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട്, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്, പിന്നെ അപ്പൊ അതിനകത്ത് ഏതൊക്കെയാണെന്ന് നോക്കിക്കോട്ടോ. ആ മോഡേൺ മെഡിക്കൽ ഇമേജിംഗ് ഡിവൈസുകൾ, ആ പേരുകൾ ഒന്ന് നോക്കി വെച്ചോടെ, അണ്ടർലൈൻ ചെയ്തിട്ട്. മോഡേൺ മെഡിക്കൽ ഇമേജിംഗ് ഡിവൈസസുകൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള സിയാംസ്, CT സ്കാനർ, MRI സ്കാനേഴ്സ്, മൂന്നെണ്ണം നിങ്ങൾക്ക് അവിടെ പറഞ്ഞേക്കുന്നത്. അത് മൂന്നും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. പിന്നെ അത് പ്ലസ് ഇൻവാസീവ്, സ്ലൈറ്റ്ലി ഇൻവാസീവ് സർജറി, അല്ലെ? ലെസ് ഇൻസെഷൻ, അധികം മുറിവുണ്ടാക്കാത്ത രീതിയിലുള്ള സർജറി ഒക്കെ ഈ ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്ററിലാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് പ്രിവെന്റീവ് മെഷേഴ്സ് ഹസാർഡ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. പ്രിവെന്റീവ് മെഷേഴ്സ് എന്ന് വെച്ചാൽ എന്താ? പ്രതിരോധ നടപടികള്. എഗണസ്റ്റ്, ഏതിനെതിരായിട്ട്? ഹസാർഡ്സ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാകാവുന്ന അപകടങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ നടപടികൾ, പ്രിവെന്റീവ് മെഷേഴ്സ്. ക്വസ്റ്റ്യൻ, അതിന്റെ ഹെഡിങ് മനസ്സിലായോ? ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാകാവുന്ന അപകടങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ നടപടികൾ, പ്രിവെന്റീവ് മെഷേഴ്സ് എഗൈൻസ്റ്റ് ഹസാർഡ്സ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, പോയിന്റ്സ് ആണ് കേട്ടോ. പോയിന്റ്സ് വേഗം വേഗം നോക്കാം നമുക്ക്. ഫസ്റ്റ് നോക്കിയേ, പുട്ട് ഓൺ ഷൂസ് പ്രിപ്പയർഡ് ഫോർ നേഴ്സസ് വിത്ത് നോൺ സ്ലിപ്പ് സോൾസ്. എന്താ പറഞ്ഞേക്കുന്നത്? പുട്ട് ഓൺ ഷൂസ് പ്രിപ്പയർഡ് ഫോർ നേഴ്സസ്. നേഴ്സസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഷൂസ് എങ്ങനെയുള്ളതാവണം? വഴുതി പോകാത്ത, സ്ലിപ്പാവാത്ത, തെന്നി പോകാത്ത രീതിയിലുള്ള ഷൂസ് ആയിരിക്കണം നേഴ്സിന് വേണ്ടി തയ്യാറാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഷൂസുകള് അധികം സ്ലിപ്പ് ആവാത്ത രീതിയിൽ, ചില ചെരുപ്പൊക്കെ ചപ്പല് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തെന്നിപ്പോകും, അല്ലെ? ഇപ്പൊ നമ്മൾ ആ ടൈലിലും ഇതിലൊക്കെ ചവിട്ടുമ്പോൾ തെന്നിപ്പോകും. അപ്പൊ അങ്ങനെ അധികം സ്ലിപ്പ് ആവാത്ത രീതിയിൽ നേഴ്സിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഷൂകൾ വേണം അവര് ധരിക്കാനായിട്ട്. അധികം വഴുതി പോകാത്ത, അത് സ്ലിപ്പ് ആവാത്ത രീതിയിലുള്ള ഷൂസുകൾ ധരിക്കുക. അത് പ്രിവെന്റീവ് മെഷേഴ്സ് അല്ലേ? അല്ലെ? നേഴ്സുകള് ഒക്കെ അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ എന്താ പറയാ, തെന്നി പോകാതിരിക്കാൻ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ക്ലിയർ അല്ലേ? എങ്ങനെയുള്ള ഷൂ ധരിക്കണം? നോൺ സ്ലിപ്പ് സോൾസ്, അധികം തെന്നി പോകാത്ത രീതിയിലുള്ള ഷൂസുകളായിരിക്കണം ആര്? നേഴ്സസ് ധരിക്കേണ്ടത്. പുട്ട് ഓൺ ഷൂസ് പ്രിപ്പയർഡ് ഫോർ നേഴ്സസ്. നേഴ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത ഷൂ എങ്ങനെയായിരിക്കണം? അധികം തെന്നി പോകാത്ത രീതിയിലായിരിക്കണം. അടുത്ത് നോക്കിയേ, ഹാൻഡിൽ ഷാർപ്പ് ഒബ്ജക്ട്സ് വിത്ത് അറ്റ്മോസ്റ്റ് കെയർ. അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതീവ ശ്രദ്ധ, അതീവ ശ്രദ്ധയോടുകൂടി. ഹാൻഡിൽ ഷാർപ്പ് ഒബ്ജക്ട്സ്, അല്ലെ? അധികം മൂർച്ചയുള്ള, ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സ്, ഒത്തിരി മൂർച്ചയുള്ള ഒബ്ജക്ട്സ് എങ്ങനെ വേണം? അത് അതീവ ശ്രദ്ധയോടുകൂടി വേണം കൈകാര്യം ചെയ്യാൻ, ഹാൻഡിൽ ചെയ്യാൻ. പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ ഓൾസോ. വേസ്റ്റുകള്, ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാകുന്ന വേസ്റ്റുകളൊക്കെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസൽ, എന്താണ്, നിർമ്മാർജ്ജനം ചെയ്യുക. സെക്കൻഡ് പോയിന്റ് കിട്ടിയില്ലേ? ഷാർപ്പ് ഒബ്ജക്ട്സ് എങ്ങനെ കൈകാര്യം ചെയ്യണം? അതീവ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. പിന്നെ പ്രോപ്പർ ആയിട്ട് വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യണം, നിർമ്മാർജ്ജനം ചെയ്യണം. ഫസ്റ്റ് രണ്ട് പോയിന്റ് ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഫസ്റ്റ് രണ്ട് പോയിന്റ് കിട്ടിയില്ലേ? യെസ്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് നോക്കിയേ, ഇൻസ്റ്റാൾ ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ്. Call a skilled electrician to test and repair damaged equipment. Install ground fault circuit interrupters. ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്രൗണ്ടിലൊക്കെ എന്തെങ്കിലും തകരാറ് സംഭവിച്ചാലായിട്ട് പെട്ടെന്ന് നമുക്ക് അവിടത്തേക്കുള്ള സർക്യൂട്ട്, ആ ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യുന്ന രീതിയിൽ, വൈദ്യുതാഘാതത്തെ തടഞ്ഞ് ആളുകളെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ ഉപകരണം, സുരക്ഷാ ഒരു ഉപകരണമാണത്. ഇപ്പൊ എന്തെങ്കിലും ഇലക്ട്രിക് ഷോർട്ട് ആവോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങളൊക്കെ പറ്റുവാണെങ്കിൽ എന്ത് ചെയ്യുന്നു? തന്നെ അങ്ങോട്ടേക്കുള്ള കണക്ഷൻ എന്താവുന്നു? വിച്ഛേദിക്കുന്ന രീതിയിൽ. ഗ്രൗണ്ടിലൊക്കെ തകരാറ് സംഭവിച്ചാൽ പെട്ടെന്ന് അങ്ങോട്ടേക്കുള്ള കറണ്ട് വിച്ഛേദിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഉപകരണമാണ്
ഈ ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അത് ഇൻസ്റ്റോൾ ചെയ്യുക, അത് എല്ലായിടത്തിലും എല്ലാ ഏരിയയിലും കൊണ്ട് സ്ഥാപിക്കുക. പിന്നെ എന്താണ്, കോൾ എ സ്കിൽഡ് ഇലക്ട്രീഷ്യൻ, നല്ല കഴിവുള്ള ഇലക്ട്രീഷ്യനെ വിളിക്കണം. എന്തിനാ? ടു ടെസ്റ്റ് ആൻഡ് റിപ്പയർ ഡാമേജ്ഡ് എക്യുപ്മെന്റ്സ്. എക്യുപ്മെന്റ്സുകൾ ഡാമേജ് ആയി കഴിഞ്ഞാൽ നമ്മൾ സ്വയം നന്നാക്കാതെ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഇലക്ട്രീഷ്യനെ വിളിച്ച് അത് കറക്റ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യണം. അതിന്റെ ഡാമേജ് എന്താണെന്നുള്ളത് അത് റിപ്പയർ ചെയ്യണം. മനസ്സിലായോ? ഓക്കെ. Call a skilled electrician to test and repair damaged equipments. Damaged ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ടെസ്റ്റ് ചെയ്യാനായിട്ട്, റിപ്പയർ ചെയ്യാനായിട്ട് സ്കിൽഡ് ആയിട്ടുള്ള ഇലക്ട്രീഷ്യനെ വിളിക്കുക. ഇനി ഫോർത്ത് പോയിന്റ് നോക്കിയാൽ പുട്ട് ഓൺ റേഡിയേഷൻ ഡോസിമീറ്റർ. പുട്ട് ഓൺ റേഡിയേഷൻ ഡോസിമീറ്റർ. റേഡിയേഷൻ ഡോസിമീറ്റർ ധരിക്കുക. ബാഡ്ജ് ഓർ അതർ, ബാഡ്ജായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഇതോ. Then when exposed to radiation, ഡോസിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ റേഡിയോളജിയിൽ എത്രത്തോളം റേഡിയേഷൻ നടക്കുന്നുണ്ട് ആ റേഡിയേഷൻ എക്സ്പോഷർ മെഷർ ചെയ്യുന്ന ഒരു ഉപകരണമാണ് ഡോസിമീറ്റർ. അവിടെ പഠിക്കാനുണ്ട് കേട്ടോ, റേഡിയോളജിയിലെ ഡെഫിനിഷൻ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ പഠിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. റേഡിയേഷൻ എക്സ്പോഷർ മെഷർ ചെയ്യുന്ന ഉപകരണമാണ് ഡോസിമീറ്റർ. ഓക്കെ. അപ്പൊ നമുക്ക് ആ ഡോസിമീറ്റർ വെക്കുക, ധരിക്കുക അല്ലെങ്കിൽ വെക്കുക. നോക്കിയേ, when exposed to radiation, follow all safety instructions to lessen exposure to minimum. ഇനി എന്ത് ചെയ്യണം? അവിടെ ഈ റേഡിയോളജിയിലൊക്കെ എപ്പോഴും റേഡിയേഷൻസ് നടക്കുന്നതാണ് അല്ലെ. അപ്പൊ അവിടുത്തെ സ്റ്റാഫുകൾക്കൊക്കെ ആണെങ്കിലും ആ റേഡിയേഷനിൽ നിന്നൊക്കെ ആ റേഡിയേഷൻസ് അവർക്ക് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയാ, അവിടുത്തെ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യുക. റേഡിയോളജിയിലെ ഡീറ്റെയിൽ പഠിക്കാണ്ട് കേട്ടോ. സ്റ്റാഫിന്റെ പ്രൊട്ടക്ഷൻ, പേഷ്യന്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മുടെ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവിടെ. അപ്പൊ നോക്കിയേ, എല്ലാ സേഫ്റ്റി ഇൻസ്ട്രക്ഷനും ഫോളോ ചെയ്യുക. എന്തിനാണ്? ടു ലെസൺ. ലെസൺ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്, കുറയ്ക്കുക. എക്സ്പ്ലോഷർ കുറച്ച് മിനിമം ആക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസും ഫോളോ ചെയ്യുക. എല്ലാ സേഫ്റ്റി മെഷേഴ്സും സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസും ഫോളോ ചെയ്യുക. ഡോസിമീറ്റർ വെക്കുക. ഡോസിമീറ്റർ എന്താ? നമുക്ക് റേഡിയേഷൻ എക്സ്പ്ലോഷർ മെഷർ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ്. എത്രത്തോളം റേഡിയേഷൻ ഉണ്ട് അത് നമുക്ക് അതിനകത്ത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അത് അങ്ങനെ ആ ഡോസിമീറ്റർ വെക്കുക. പിന്നെ അതിനകത്ത് നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്? സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക. അപ്പൊ എന്തിനു വേണ്ടിയാ? ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാകാവുന്ന അപകടങ്ങൾക്കെതിരെ നമ്മൾ എടുക്കുന്ന പ്രിവെന്റീവ് മെഷേഴ്സ് ആണ് കേട്ടോ, പ്രതിരോധ നടപടികളാണ്. ഇനി അടുത്ത് നോക്കിയേ, ഇൻസ്റ്റോൾ എയർ കണ്ടീഷനിങ് വിത്ത് എഫക്റ്റീവ് ജനറൽ വെന്റിലേഷൻ ഇൻ ദ ഓപ്പറേറ്റിംഗ് റൂം ടു ലെസൺ ഹീറ്റ് സ്ട്രെസ് ആൻഡ് റിമൂവ് ഓഡേഴ്സ്, ഗ്യാസസ് ആൻഡ് വേപ്പേഴ്സ്. ഇനി നോക്കിയേ, ഇൻസ്റ്റോൾ എയർ കണ്ടീഷൻ. നമ്മൾ പറഞ്ഞില്ലേ, ഓപ്പറേഷൻ തിയേറ്റർ വെൽ സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള നല്ലൊരു വെന്റിലേഷൻ നമ്മൾ അതിലേക്ക് കൊടുക്കണം. പ്യൂർ ആയിട്ടുള്ള വെന്റിലേഷൻ കൊടുക്കണം. AC വേണം. അതെ, ഓപ്പറേഷൻ തിയേറ്റർ എപ്പോഴും എങ്ങനത്തെ കണ്ടീഷൻ ആയിരിക്കണം എന്ന് പറഞ്ഞേ. എങ്ങനത്തെ ഇതായിരിക്കണം? ചൂടാണോ തണുപ്പാണോ വേണ്ടത്? അവിടെ ചൂടായിട്ടാണോ ഇരിക്കേണ്ടത്, കൂളായിട്ടാണോ ഇരിക്കേണ്ടത്? തിയേറ്റർ ഏതൊരു അറ്റ്മോസ്ഫിയറാണ് നമ്മൾ അവിടെ നിലനിർത്തേണ്ടത്? ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കണം നമ്മൾ അവിടെ? കൂൾ, വെരി ഗുഡ്, കൂൾ ആയിരിക്കണം എന്നാ പറഞ്ഞത് അല്ലേ. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നേ? നോക്കിയേ, ഇൻസ്റ്റോൾ എയർ കണ്ടീഷനിങ് വിത്ത് എഫക്റ്റീവ് ജനറൽ വെന്റിലേഷൻ ഇൻ ദ ഓപ്പറേറ്റിംഗ് റൂം. കണ്ടോ, ആ ഓപ്പറേറ്റിംഗ് റൂമിന്റെ വെന്റിലേഷൻ നമ്മള് നല്ല ഫലപ്രദമായിട്ടുള്ള നല്ല രീതിയിലുള്ള വെന്റിലേഷൻ, എയർ കണ്ടീഷനിങ് സിസ്റ്റം വേണം. എന്തിനു വേണ്ടിയാ? ടു ലെസൺ ഹീറ്റ് സ്ട്രെസ് അല്ലെ, ചൂട് മൂലമുള്ള ആ സമ്മർദ്ദം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ആ വരുന്ന വെന്റിലേഷൻ എയർ എങ്ങനെയായിരിക്കണം? ഓഡേഴ്സ്, ദുർഗന്ധം അല്ലെങ്കിൽ ഗന്ധം ഒന്നും ഉണ്ടാക്കാൻ പാടില്ല അല്ലെ, വേറെ മണമൊന്നും ഉണ്ടാകാൻ പാടില്ല. ഗ്യാസുകള്, അവിടെ പല എക്യുപ്മെന്റ്സുകളൊക്കെ ഹാൻഡിൽ ചെയ്തുകൊണ്ട് അതിൽ നിന്നൊക്കെ ഗ്യാസ് ഒക്കെ എംറ്റി ചെയ്യാനൊക്കെ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ വേറെ ഗ്യാസുകൾ ഒന്നും അതിൽ നിന്ന് ഫ്രീ ആയിരിക്കണം. വേപ്പേഴ്സ്, മറ്റുള്ള വേപ്പറിൽ നിന്നും ഗ്യാസുകളിൽ നിന്നും ഗന്ധം അതിൽ നിന്നൊക്കെ നമുക്ക് റിമൂവ് ആയിരിക്കണം. അങ്ങനെ നമുക്കൊരു നല്ലൊരു വെന്റിലേഷൻ അല്ലെങ്കിൽ എയർ കണ്ടീഷനിങ് ഓപ്പറേഷൻ തിയേറ്ററിൽ നിലനിർത്തണം. AC യും പൊതുവായിട്ടുള്ള വെന്റിലേഷനും ഒക്കെ വേണം അവിടെ.
അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹീറ്റ് സ്ട്രെസ് കുറയ്ക്കുന്നത് വേണ്ടിയിട്ട്. ലെസൺ എന്നുള്ള വാക്കിന്റെ മീനിങ് കുറയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ. റെഡ്യൂസ് എന്നാണ് അതിന്റെ മീനിങ്. ഹീറ്റ് കുറയ്ക്കണം അല്ലെ, അതായത് കൂളായിരിക്കണം അവിടെ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. അതിന് അനുയോജ്യമായിട്ടുള്ള വെന്റിലേഷനും AC ഒക്കെ സജ്ജീകരിക്കണം. അപ്പൊ പിന്നെ അതുപോലെ ഞാൻ വെന്റിലേഷനിൽ നമ്മുടെ എയറിൽ വേറെ മണോ അല്ലെങ്കിൽ വേറെ ഗ്യാസുകളോ അല്ലെങ്കിൽ വേപ്പറോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അത് റിമൂവ് ചെയ്യണം. ഇനി അടുത്ത നോക്കിയേ, nurses sensitive to natural rubber latex must use non-latex or powdered free latex gloves and avoid contact with other latex product. Latex എന്ന് പറഞ്ഞാൽ എന്താ? ലാറ്റക്സ് പശ അല്ലെ, അതായത് നമ്മള് റബ്ബർ നിന്ന് എടുക്കുന്ന ആ ഒരു ഇത് ഗ്ലൗസ് ഒക്കെ ഉണ്ടാക്കൂലേ. അപ്പൊ അവിടെ നമ്മൾ എന്ന് പറഞ്ഞാൽ ചില നേഴ്സുമാര് ഈ ഗ്ലൗസുകൾക്കൊക്കെ സെൻസിറ്റീവ് ആയിട്ടുള്ളതായിരിക്കും. സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിനോട് പ്രതികരിക്കാൻ അധികം അലർജി ഒക്കെ ഉണ്ടാവും അല്ലേ. ചിലർക്ക് ഈ ഗ്ലൗസ് ഒക്കെ ഇടുമ്പോൾ വല്ല അലർജിയോ ചൊറിച്ചിലോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള നേഴ്സുമാർ എന്താ അത് ധരിക്കരുത്. അവര് അങ്ങനെയുള്ള റബ്ബർ ലാറ്റക്സ് അവര് എന്താ അങ്ങനെയുള്ള ഗ്ലൗസുകൾ അവർ ധരിക്കരുത്. മസ്റ്റ് യൂസ് നോൺ ലാറ്റക്സ് അങ്ങനെ അത്രയും ഇതില്ലാത്ത രീതിയിലുള്ളത്. ഓൺ പൗഡർ ഫ്രീ. നിങ്ങൾക്കറിയാം ചില ഗ്ലൗസുകൾ നമ്മൾ ഇടുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു പൗഡർ വരും. നമ്മൾ ഈ കൊറോണയൊക്കെ വന്നപ്പോ ഇഷ്ടം പോലെ ഗ്ലൗസ് ഇതൊക്കെ യൂസ് ചെയ്തതല്ലേ അല്ലേ. ചില ഇത് നമ്മളിങ്ങനെ ഗ്ലൗസ് ഇടുമ്പോ അതിന്റെ ഉള്ളിൽ ഒരു വെള്ളപ്പൊടി പോലെ ഒരു പൗഡറിന്റെ അംശമൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ അതും ചിലർക്ക് അലർജി ഉണ്ടാക്കാം. അപ്പൊ അങ്ങനെയുള്ള ഗ്ലൗസുകളോ അല്ലെങ്കിൽ ലാറ്റക്സ് ആയിട്ടുള്ള റബ്ബർ ഗ്ലൗസുകളോ അങ്ങനെയുള്ള നേഴ്സുമാര് ധരിക്കാൻ പാടില്ല. എല്ലാവർക്കും പ്രശ്നമില്ല കേട്ടോ. ചില നേഴ്സുമാര് അതിനോട് സെൻസിറ്റീവ് ആയിരിക്കും. അങ്ങനെയുള്ളവർ അത് ഉപേക്ഷിക്കണം, അത് ധരിക്കരുത്. ആൻഡ് അവോയ്ഡ് കോണ്ടാക്ട് വിത്ത് അതർ ലാറ്റക്സ് പ്രോഡക്റ്റ്. എന്താ അവോയ്ഡ് ചെയ്യാന്ന് വെച്ചാൽ പ്രിവെന്റ് ചെയ്യുക. നമ്മളെന്താ മറ്റുള്ള ഇങ്ങനെയുള്ള ലാറ്റക്സ് പ്രൊഡക്റ്റ് അതിനുമായിട്ടുള്ള കോണ്ടാക്ട് അവര് ഒഴിവാക്കണം. അപ്പൊ അവർക്ക് എങ്ങനത്തെ ഗ്ലൗസ് ധരിക്കാം? നോൺ ലാറ്റക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ പൗഡർ ഫ്രീ ആയിട്ടുള്ള ഗ്ലൗസുകൾ അവർക്ക് ധരിക്കാം. ക്ലിയർ ആയോ ആ പോയിന്റ്? എല്ലാവർക്കും കാര്യമല്ല കേട്ടോ പറഞ്ഞ. ചില നേഴ്സുകള് ഇങ്ങനെ റബ്ബർ ലാറ്റക്സ് ഗ്ലൗസുകൾ അല്ലെങ്കിൽ പൗഡർ ഉള്ള ഗ്ലൗസുകളോട് സെൻസിറ്റീവ് ആയിരിക്കും. അതായത് അവര് വല്ല അലർജിയോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള നേഴ്സുമാര് അത് ഒഴിവാക്കണം. അങ്ങനെയുള്ളത് നോൺ ലാറ്റക്സ് അല്ലെങ്കിൽ പൗഡർ ഫ്രീ ഗ്ലൗസുകൾ മാത്രമേ അവർ ധരിക്കാൻ പാടുള്ളൂ. പിന്നെ അതുപോലെയുള്ള ലാറ്റക്സ് പ്രൊഡക്റ്റ് അതിൽ നിന്ന് അത് കോണ്ടാക്ട് ചെയ്യുന്നത്, അതുമായിട്ട് സമ്പർക്കം പുലർത്തുന്നത് അവര് അത് ഒഴിവാക്കണം. ഇനി അടുത്ത് നോക്കിയേ, follow established and appropriate infection control precaution assuming blood body fluids. അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ അപ്പൊ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ ആണെങ്കിലും എന്താ ബ്ലഡും ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ശരീരദ്രവങ്ങള് ബോഡി ഫ്ലൂയിഡ്സ് അല്ലെ അതൊക്കെ ആയിട്ട് എപ്പോഴും കോണ്ടാക്ട് ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? അതുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന് അനുയോജ്യമായിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസ് നമ്മൾ എടുക്കണം. ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ് എന്നിവയൊക്കെ അനുമാനിച്ചിട്ട് അതിന് നമ്മള് എന്താ പറയാ, അത് നമുക്ക് വേറെ ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത രീതിയിൽ, അപ്പൊ നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ മേത്തേക്കൊക്കെ ആവാത്ത രീതിയിൽ അതിന് ഉചിതമായിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസ് അവരെടുക്കണം. അപ്പൊ ബ്ലഡിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ ഇൻഫെക്ഷൻ വരാം അല്ലെ, അവർക്കുടെ ബോഡി ഫ്ലൂയിഡിൽ കൂടെ, പേഷ്യൻസിന്റെ ബോഡി ഫ്ലൂയിഡിൽ കൂടെ ഇൻഫെക്ഷൻ വരാം. അപ്പൊ അതുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അതിന് അനുയോജ്യമായിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസ് എടുക്കണം. അതിന് അനുയോജ്യമായിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസ് അവിടെ എടുക്കണം. ക്ലിയർ ആവുന്നില്ലേ പോയിന്റ്സ്? വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ പോയിന്റ്സുകള്? ഓപ്പറേഷൻ തിയേറ്ററിൽ സ്റ്റാഫുകള് ബ്ലഡോ ബോഡി ഫ്ലൂയിഡോ ഒക്കെ ആയിട്ട് അവർക്ക് കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ അതുമായിട്ട് അവരെ സ്പർശിക്കുമ്പോൾ, കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർക്ക് അതിന് ഇൻഫെക്ഷൻ വരാം. അപ്പൊ അങ്ങനെ ഇൻഫെക്ഷൻ വരാതെ എന്ത് ചെയ്യണം? അതിന് അനുയോജ്യമായിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസ് അവരെടുക്കണം, അവരുടെ മുൻകരുതലുകൾ എടുക്കണം. അപ്പൊ നമുക്ക് ഗ്ലൗസ് ഒക്കെ ഇടാലോ. അപ്പൊ ഡയറക്റ്റ് അവരുടെ ബ്ലഡുമായിട്ടൊന്നും നമുക്ക് കോണ്ടാക്ട് വരില്ല. ഇനി അടുത്ത് നോക്കിയേ, വാഷ് ഹാൻഡ്സ് ആൻഡ് അതർ എക്സ്പോസ്ഡ് സ്കിൻ സർഫസ് ആഫ്റ്റർ കമ്മിങ് ഇൻ ടു കോണ്ടാക്ട് വിത്ത്
അതല്ലേ നമ്മൾ പറഞ്ഞത്? അത് തന്നെ, അതിന്റെ തന്നെ പോയിന്റ് കേട്ടോ. സർഫസ് ആഫ്റ്റർ കമ്മിങ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് ബ്ലഡ് ഓർ ബോഡി ഫ്ലൂയിഡ്. പിന്നെ അടുത്ത് നോക്കിയേ, ഇപ്പൊ ഇങ്ങനെ അവര് ഇങ്ങനെ ഇതുമായിട്ടൊക്കെ സമ്പർക്കം പുലർത്തുമ്പോൾ, ബ്ലഡോ മറ്റുള്ള ശരീരദ്രവങ്ങളോ ഒക്കെ ആയിട്ട് സമ്പർക്കം പുലർത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ സർഫസ് എക്സ്പോസ്, ഇപ്പൊ എല്ലാ ഭാഗവും നമ്മൾ മൂടി വെക്കൂല്ലോ. ബാൻഡ് ചെയ്തിട്ടു, മാസ്ക് ഇട്ടു, ക്യാപ്പ് ഇട്ടു, ഗ്ലൗസ് ഇട്ടു, എന്നാലും എക്സ്പോസ് ചെയ്തിരിക്കുന്ന സ്കിൻ സർഫസ് ഇല്ലേ, തുറന്നിരിക്കുന്ന സ്കിന്നിന്റെ ഭാഗങ്ങള്, അല്ലെങ്കിൽ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്ന ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് ഒക്കെ കോണ്ടാക്ട് ചെയ്യുന്ന ഭാഗം, അതൊക്കെ എന്ത് ചെയ്യണം? വാഷ് ചെയ്യണം. പിന്നെ വാഷ് ഹാൻഡ്സ് എന്ന് പറഞ്ഞിട്ട് കയ്യും നമ്മൾ നന്നായിട്ട് കഴുകണം. വാഷ് ഹാൻഡ്സ് ആൻഡ് അതർ എക്സ്പോസ്ഡ് സ്കിൻ സർഫസ്. കയ്യും മറ്റു തുറന്നിരിക്കുന്ന ഭാഗങ്ങളും നമ്മുടെ അത് എന്താണ്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇതുമായിട്ട് ആഫ്റ്റർ കമ്മിങ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് ബ്ലഡ് ഓർ ബോഡി ഫ്ലൂയിഡ്, ഇതുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇതെല്ലാം നമ്മുടെ കയ്യും തുറന്നിരിക്കുന്ന ഭാഗങ്ങളും ഒക്കെ കഴുകണം. ഇനി നെക്സ്റ്റ് നോക്കിയേ, പ്രൊവൈഡ് ലിഫ്റ്റിംഗ് എയ്ഡ് ഫോർ ദ ലിഫ്റ്റിംഗ് ആൻഡ് ഷിഫ്റ്റ് ഓഫ് ഹെവി പേഷ്യൻസ്. കൺസൾട്ടന്റ് ആൻഡ് ഒക്യുപേഷണൽ സേഫ്റ്റി സ്പെഷ്യലിസ്റ്റ് ഓൺ ദ സേഫ് ഹാൻഡ്ലിംഗ് ഓഫ് ഹെവി പേഷ്യൻസ്. ഇനിയിപ്പോ എല്ലാ പേഷ്യൻസും ഒരുപോലെയാണല്ല. ചില ആളുകൾ വെയിറ്റ് ഉള്ളവരായിരിക്കും അല്ലെ, ചില പേഷ്യൻസ് വെയിറ്റ് കുറഞ്ഞിട്ടുള്ളവരായിരിക്കും. അപ്പൊ ഇങ്ങനെ നമ്മൾ നല്ല ഹെവി വെയിറ്റ് ഉള്ള പേഷ്യൻസിനെ നമ്മൾ ലിഫ്റ്റ് ചെയ്യാൻ, ഉയർത്താനായിട്ട് ലിഫ്റ്റിംഗ് എയ്ഡുകൾ ഉപയോഗിക്കണം. പ്രൊവൈഡ് ലിഫ്റ്റിംഗ് എയ്ഡ് ഫോർ ദ ലിഫ്റ്റിംഗ്. അവരെ ഉയർത്താൻ വേണ്ടി എന്ത് വേണം? ലിഫ്റ്റിംഗ് എയ്ഡുകൾ ഉപയോഗിക്കണം. ആൻഡ് ഷിഫ്റ്റ് ഓഫ് ഹെവി പേഷ്യൻസ്, അതുപോലെ ഹെവി ആയിട്ടുള്ള പേഷ്യൻസിന് വല്ല നമ്മൾ ഒത്തിരി വെയിറ്റ് ഉള്ള പേഷ്യൻസിനെയൊക്കെ ഉയർത്തുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ലിഫ്റ്റിംഗ് എയ്ഡുകൾ ഉപയോഗിക്കണം. കൺസൾട്ട് ആൻഡ് ഒക്യുപേഷണൽ സേഫ്റ്റി സ്പെഷ്യലിസ്റ്റ് ഉണ്ടോ? അപ്പൊ അങ്ങനെയുള്ള ഓപ്പറേഷൻ തിയേറ്ററിലെ സ്റ്റാഫിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നവരാണിത്, ഒക്യുപേഷണൽ സേഫ്റ്റി സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ഇല്ലേ, അവർ ഇതൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്നു. അപ്പൊ അവർക്കിടെ സുരക്ഷ നോക്കണ്ടേ? അപ്പോ ഇങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നവരാണ് ആര്? ഒക്യുപേഷണൽ സേഫ്റ്റി സ്പെഷ്യലിസ്റ്റ്. അപ്പൊ അവരെ കൺസൾട്ട് ചെയ്തിട്ട് എന്ത് വേണം? അങ്ങനെ അവരുടെ ഒരു നിർദ്ദേശത്തോടു കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഓൺ ദ സേഫ് ഹാൻഡ്ലിംഗ് ഓഫ് ഹെവി പേഷ്യൻസ്. അവരെ സേഫ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാ? നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അങ്ങനെ നല്ല ഓവർ വെയിറ്റ് ഉള്ള പേഷ്യൻസിനെ ആർക്കടെ ഇതോടുകൂടി, ഒക്യുപേഷണൽ സേഫ്റ്റി സ്പെഷ്യലിസ്റ്റിന്റെ കൺസൾട്ടോട് കൂടി, ആർക്കടെ ഇതോടുകൂടി തന്നെ അങ്ങനെയുള്ള പേഷ്യൻസിനെ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? ലിഫ്റ്റ് ചെയ്യണം. ഷിഫ്റ്റ് ചെയ്യുമ്പോഴോ ഉയർത്തുമ്പോഴോ ഒക്കെ ലിഫ്റ്റിംഗ് എയ്ഡ്സുകൾ ഉപയോഗിക്കാം. ഇനി അടുത്ത് നോക്കിയേ, ചെക്കിംഗ് ഫോർ അനസ്തെറ്റിക് ആൻഡ് ഓക്സിജൻ ഗ്യാസ് ലീക്കേജ്. അല്ലെ, എന്ത് ചെയ്യണം? അനസ്തെറ്റിക് ഗ്യാസ്, ഓക്സിജൻ ഗ്യാസ് എന്തെങ്കിലും ലീക്ക് ഉണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യണം. പ്രിവെന്റീവ് മെഷേഴ്സ് അല്ലേ? വലിയ അപകടം വരാതൊക്കെ ഇങ്ങനെ എക്സ്പ്ലോഷൻ ചെയ്തിരുന്നു കഴിഞ്ഞാല്, അപ്പൊ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാകുന്ന അപകടങ്ങൾക്കെതിരെ നമ്മൾ എടുക്കുന്ന പ്രിവെന്റീവ് മെഷേഴ്സ് ആണ് നമ്മൾ ഈ പോയിന്റ്സ് പറയുന്നത് അല്ലെ. അപ്പൊ എന്താ പറഞ്ഞേക്കുന്ന സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ് എന്താ? ചെക്കിംഗ് ഫോർ അനസ്തെറ്റിക് ആൻഡ് ഓക്സിജൻ ഗ്യാസ് ലീക്കേജ്. ഇന്ത്യയുടെ അനസ്തെറ്റിക് ഓക്സിജൻ ഗ്യാസ് ലീക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടോ, ലീക്കേജ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. പിന്നെ അടുത്ത കൺട്രോൾ ഓഫ് ഫയർ ഡേഞ്ചർ. നമ്മള് ഈ തീയൊക്കെ പിടിക്കാം അല്ലെ, അങ്ങനെയുള്ള ആ ഫയർ ഡേഞ്ചർ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം. ഫയർ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. മനസ്സിലായോ? ഫയർ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ് ഒക്കെ കണ്ടിട്ടില്ലേ? എക്സിറ്റ് എന്നൊക്കെ പറഞ്ഞോണ്ടൊക്കെ അല്ലെ. എന്തെങ്കിലും കാരണവശാല് നമുക്ക് അവിടെ വല്ല തീപിടുത്തമൊക്കെ വരുവാണെങ്കിൽ അല്ലെ, അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ അല്ലെ, അതിനെ കൺട്രോൾ വരുവാണെങ്കിൽ നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യണം? സെറ്റ് ചെയ്യണം. ഇതെല്ലാം എന്താണ്? സേഫ്റ്റി മെഷേഴ്സിൽ വരുന്നതാണ്. ക്ലിയർ ആയോ ഈ പോയിന്റ്സ്? ഇന്ന് തന്നെ ഇത്രയും ഭാഗം ഒന്ന് വായിച്ചു വെക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയൊക്കെ നമുക്ക് നോക്കാം. ഈ പോയിന്റ്സ് വായിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഒന്ന് ചോദിക്കണം കേട്ടോ. ഓക്കെ അല്ലേ? അത്രയും കാര്യങ്ങൾ ആ പ്രിവെന്റീവ് മെഷേഴ്സ് വരെ നമ്മുടെ ക്ലാസ്സിൽ ഇന്ന് എടുത്തു.
2 പേജ് നമ്മള് 2 പേജ് ജസ്റ്റ് 2 പേജ് നോക്കും. ഓക്കെ, ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. ഓക്കെ അല്ലേ? ഇതൊന്ന് വായിച്ചു നോക്കണം കേട്ടോ, എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ എടുക്കുന്നതെന്നുള്ളത്. ഓക്കെ, താങ്ക് യു.